ലഹരി വിൽപ്പനയ്ക്ക് SI വേഷമണിഞ്ഞ ക്രിമിനൽ കുടുങ്ങി. കോഴിക്കോട് ഡാൻസർ SI ചമങ്ങി ലഹരി വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. ഫറോക്ക് ചുങ്കം സ്വദേശി റോജിത്താണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 2.5 ഗ്രാം MDMA, എയർ പിസ്റ്റൾ എന്നിവ കണ്ടെടുത്തു. പോലീസിന്റെ വ്യാജ ID കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. SI ചമങ്ങ് ലഹരി പിടിച്ചെടുക്കുകയും അത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയുമാണ് ഇയാളുടെ രീതി. അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ. അഭിജിത്ത്, ഈ തട്ടിപ്പ് രീതി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഒരു ലഹരി വിൽപ്പന എന്നുള്ളത് മാത്രമല്ല, SI ചമങ്ങിയുള്ള ഒരു തട്ടിപ്പ് കൂടിയുണ്ട്. എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? വളരെ ആസൂത്രണം ചെയ്താണ് റോജിത്ത് ഈ തട്ടിപ്പ് നടത്തുന്നത്. പക്ഷേ പോലീസിന് അതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നു. പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഫറോക്ക് ചുങ്കം സ്വദേശിയാണ് റോജിത്ത്. താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഡാൻസ് ഓഫ് SI ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇയാൾ ഈ തട്ടിപ്പൊക്കെ നടത്തിയിരുന്നത്. ആളുകളെ വിശ്വസിപ്പിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാളുടെ കൈവശം പോലീസിന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, വ്യാജ ID കാർഡ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു എയർ പിസ്റ്റൾ ഉണ്ടായിരുന്നു, കൈവിലങ്ങുണ്ടായിരുന്നു. മാത്രമല്ല തന്റെ കൈവശം പോലീസ് യൂണിഫോമിലുള്ള ഒരു ഫോട്ടോ കൂടി അയാൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ഇയാളുടെ രീതി പറയുന്നത് ഇങ്ങനെയാണ്: ലഹരി കൈവശമുള്ളവരുടെ അടുത്തേക്ക് താനൊരു ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനാണ് എന്ന് പരിചയപ്പെടുത്തി ഇയാൾ ചെല്ലും. ശേഷം ഇവരെ മുഴുവൻ പരിശോധിക്കും. അതിനുശേഷം അവരുടെ കൈവശമുള്ള ലഹരി ഇയാൾ പിടിച്ചെടുക്കും. തുടർന്ന് അങ്ങനെ ലഭിക്കുന്ന ലഹരിയാണ് തന്റെ അടുത്തേക്ക് ലഹരി ആവശ്യപ്പെട്ട് എത്തുന്നവർക്ക് ഇയാൾ വിതരണം ചെയ്യുക. അങ്ങനെ പല ആളുടെ കൈവശത്ത് നിന്നും ഇയാൾ ലഹരി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും നിരവധി ആളുകൾക്ക് ഇങ്ങനെ ലഹരി കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നുമുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. അങ്ങനെ ഈ രഹസ്യ വിവരം സിറ്റി ഡാൻസ് ഓഫിന് ലഭിക്കുകയും അങ്ങനെ സിറ്റി ഡാൻസ് ഓഫിന്റെ ഒരു നിരീക്ഷണ വലയത്തിലായിരുന്നു റോജിത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഫറോക്ക് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പിടികൂടുമ്പോൾ തന്നെ ഇയാളുടെ കൈവശം ഏതാണ്ട് 3 ഗ്രാമിനടുത്ത് MDMA ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ, എയർ പിസ്റ്റൾ ഉണ്ട്, കൈവിലങ്ങുണ്ട്, ഇതൊക്കെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലേതായാലും ഇയാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഫറോക്ക് പോലീസ് അന്വേഷിക്കുന്നത്, പരിശോധിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.